ാണ് കൊച്ചിയിലെ സാഹചര്യം എന്ന് കൂടി പരിശോധിക്കാം. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി വ്യവസായ നഗരമാണ്. പൊതുവെ ഒരു നിശ്ചലമായ സാഹചര്യമാണ് കൊച്ചിയിൽ കാണാൻ കഴിയുന്നത്. ജനങ്ങൾ എങ്ങനെയാണ് ഈ സമരത്തോട് പ്രതികരിക്കുന്നത്? എന്തായാലും കൊച്ചിയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൊതുവെ സമാധാനപരമായിട്ടുള്ള ഒരു പണിമുടക്ക് തന്നെയാണ് ഇവിടെയും ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ നഗരം സ്തംഭിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രൈവറ്റ് വാഹനങ്ങൾ, അവരുടെ സ്വന്തം വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളും കാറും ഒക്കെ ആയിട്ട് നിരത്തിലിറങ്ങുന്നുണ്ട്. കടകൾ അടച്ചു കിടക്കുകയാണ്. രാവിലെയൊക്കെ ചില കടകൾ തുറന്നുവെങ്കിലും സമരക്കാരെത്തി അത് അടപ്പിക്കുന്ന സാഹചര്യമായിരുന്നു. മെട്രോ സർവീസ് നടത്തുന്നുണ്ട്, യൂബർ സർവീസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്നവർക്ക് അതിന് ബുദ്ധിമുട്ടില്ല. യൂബർ ഓട്ടോയോ യൂബർ കാറും ഒക്കെ ബുക്ക് ചെയ്ത് പോകുന്ന സാഹചര്യം തന്നെയാണ്. പിന്നീട് ഇൻഫോ പാർക്കും ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആളുകളൊക്കെ സ്വന്തം വാഹനത്തിൽ, അവിടെ ജീവനക്കാരൊക്കെ സ്വന്തം വാഹനത്തിൽ ഓഫീസിൽ പോകുന്നുണ്ട്. അങ്ങനെ മറ്റ് ഒരു രീതിയിൽ നോക്കിയാൽ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നീട് ഈ പ്രൈവറ്റ് ബസ്സുകളിൽ പോയി വരുന്നവർക്ക്, KSRTCയിലായാലും ബസ്സുകളിൽ ജോലിക്ക് പോയി വരുന്നവരാണ് ഇന്ന് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നഗരത്തിൽ പൊതുവെ കടകൾ അടഞ്ഞു കിടക്കുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് വലിയ തിരക്കുകളൊന്നും തന്നെ നഗരത്തിൽ ഇന്ന് അനുഭവപ്പെട്ടിട്ടില്ല. രാവിലെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ KSRTC ബസ് തടയുന്ന സാഹചര്യമുണ്ടായത്. കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ട 5 മണിക്ക് പുറപ്പെടേണ്ട ബസ്സാണ്. അത് സമരക്കാർ തടഞ്ഞു നിർത്തി. BMS പ്രവർത്തകരായിരുന്നു ഈ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ. അവർക്ക് സർവീസ് നടത്തണമെന്ന് നിർബന്ധമായിരുന്നു. പക്ഷേ യാത്രക്കാരും ഇല്ലാത്ത സാഹചര്യത്തിൽ സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് CITUവിന്റെ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയത്. പിന്നീട് ബസ്സിന് മുന്നിൽ അവർ ഇരുന്ന് സമരം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ സർവീസ് നടത്തുമെന്നായിരുന്നു ബസ് ഡ്രൈവർമാർ പറയുന്നത്. പിന്നീട് എന്തായാലും പോലീസ് പറഞ്ഞത് സ്റ്റേഷൻ മാസ്റ്ററുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് ബസ് പുറപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന നിർദ്ദേശം പോലീസ് തന്നതോടുകൂടി പിന്നീട് ബസ് ഈ സ്റ്റാൻഡിൽ ഇടുക എന്നല്ലാതെ മറ്റ് നിവൃത്തികളൊന്നും ഡ്രൈവർമാർക്കുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഇടത് സമര അനുകൂലികളുടെ ഒരു വലിയ സമരസമിതികളുടെ ഒരു വലിയ പ്രതിഷേധം ഇന്ന് മേനക ജംഗ്ഷനിൽ നിന്നും BSNL ഓഫീസിലേക്കുണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്ത മുൻ ജില്ലാ സെക്രട്ടറി നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് സമരമായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും ഒരു ദേശീയ പണിമുടക്കൂടി വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ വല്ലാത്ത പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒരു അത്യാവശ്യ കാര്യത്തിന് സ്വകാര്യ വാഹനങ്ങളില്ലാത്തവർ, സ്വന്തമായ ഒരു വാഹനങ്ങളില്ലാത്തവരെ സംബന്ധിച്ച് ഈ പൊതുഗതാഗത സംവിധാനത്തെയാണ് അവർ ആശ്രയിക്കുന്നത്. എന്നാൽ തുടർച്ചയായ 2ാമത്തെ ദിവസവും ഈ രീതിയിൽ ഈ പണിമുടക്ക് കാരണം ദുരിതം നേരിട്ട ജനങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ആശുപത്രി ആവശ്യത്തിന്, മറ്റാരോഗ്യപരമായ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ട് നേരിടുന്നവർ, ദീർഘ യാത്രകൾ നടത്തേണ്ടവർ, അവർക്കൊക്കെ സംരക്ഷണം നൽകേണ്ട പോലീസ് പറയുന്നു. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ സമരക്കാർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ KSRTC ബസ്സുകൾക്ക് പോലും, അതായത് ദീർഘദൂര മറ്റ് ജില്ലകളിലേക്ക് പോകേണ്ടവർ, അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകേണ്ടവർക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാതെ അങ്ങനെ ദുരിതം അനുഭവിച്ച ആരുടെങ്കിലും അത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞോ? അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും കൊച്ചിയിൽ അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം രാവിലെ വൈറ്റില ബസ് സ്റ്റാൻഡിൽ നിന്നും ദീർഘദൂര സർവീസുകളൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ ആളുകളൊക്കെ കുറച്ച് പേർ അതിലൊക്കെ കയറി പോകുന്നു. പിന്നീട് നമ്മൾ ഈ ബസ് സ്റ്റാൻഡുകളിലോ ബസ് സ്റ്റോപ്പുകളിലൊക്കെ നോക്കുമ്പോൾ ആളുകൾ ആരും തന്നെ ഇല്ല. കാരണം ഒരുവിധം ആളുകൾക്ക് അറിയാം ഇന്ന് സമരമാണ്, ബസ് ഇല്ല എന്ന്. എങ്കിൽ പോലും KSRTC ബസ് ഉണ്ടാകുമെന്ന് മന്ത്രി ഇന്നലെ പറഞ്ഞ സാഹചര്യത്തിൽ അങ്ങനെ KSRTC ബസ്സിൽ കിട്ടുകയാണെങ്കിൽ യാത്ര ചെയ്യാമെന്ന രീതിയിലേക്ക് ആളുകൾ എത്തിയെങ്കിൽ പോലും പിന്നീട് സമരം കടുപ്പിച്ചതോടെ, അല്ലെങ്കിൽ ബസ്സുകളൊന്നും നിരത്തിൽ ഇറങ്ങില്ല എന്നറിഞ്ഞതോടുകൂടി ആളുകളൊക്കെ തിരിച്ചു പോകുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് ഇതറിയാതെ മറ്റ് ജില്ലകളിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നവരാണ് പിന്നീട് ബുദ്ധിമുട്ട് അനുഭവിച്ചത്. രാവിലെ ബംഗളൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് വരികയും അവിടെ മറ്റ് സംസ്ഥാനത്തു നിന്നുള്ളവരൊക്കെ മൂന്നാറിലേക്ക് പോകുന്നതിനും കന്യാകുമാരിയിലേക്ക് പോകുന്നതിനും വേണ്ടിയിട്ടൊക്കെ വന്നതാണ്. പക്ഷെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. രാവിലെ 11 മണിക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടതാണ്. അവരൊന്നും വാഹനമില്ലാതെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ്.
KSRTC സ്റ്റാൻഡിൽ. അവർ പിന്നീട് പ്രൈവറ്റ് വാഹനങ്ങൾ, ഈ പറയുന്ന പോലെ യൂബറോ അല്ലെങ്കിൽ ടാക്സിയോ ഒക്കെ വിളിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയായിരുന്നു. പിന്നീട് ബസ്സിൽ വന്നിറങ്ങിയവരെയൊക്കെ ബന്ധുക്കൾ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ചകളും ഒക്കെ നമ്മൾ ബസ് സ്റ്റാൻഡുകളിൽ കണ്ടതാണ്. ഈ സ്വകാര്യ വാഹനങ്ങളൊക്കെ നിരത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് ആ രീതിയിലേക്ക് കൂടുതൽ ആളുകൾ സർവീസ് നടത്തുന്നതാണ് ഇപ്പോഴും കാണുന്നത്. അങ്ങനെ നഗരം സ്തംഭിച്ചു കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നില്ല. പക്ഷേ ഈ ബസ് കൂടി സമരത്തിൽ ഉൾപ്പെട്ടത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ആളുകൾ ഡെയിലി ബസ്സിൽ പോയി വരുന്നവരെ സംബന്ധിച്ച് ജോലിക്ക് പോകാൻ കഴിയാത്തത് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. മറ്റേ ഒരു പക്ഷം ഒരു ദിവസത്തെ അവധി എന്ന പോലെ വീട്ടിലിരുന്ന് കുടുംബത്തോടൊപ്പം ഇരുന്ന് ആഘോഷിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാം എന്ന രീതിയിലേക്ക് ഈ സമരത്തിൽ മായിട്ട് നിരത്തിലിറങ്ങാതെ വീട്ടിലിരിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ട് കേട്ടോ. വ്യക്തമാണ്. സാരംഗ് സുധാകരനും നവമി ദിനേശുമാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് ബന്ദായി മാറിയതോടെ വലഞ്ഞത് ജനങ്ങളാണ്. കടകൾ തുറക്കുകയോ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തുകയോ ചെയ്യുന്നില്ല.